ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെറ്റി ടോക്സ്. മൈ വേ ബൈ കല്യാണി എന്ന ഫ്രോഡ് യൂട്യൂബർക്ക് സപ്പോർട്ടുമായിട്ട് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന യൂട്യൂബ് ചാനലിലെ ധന്യ വന്നിട്ടുണ്ട്. രണ്ടും ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഫേക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെ ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ ഉയർന്നപ്പോൾ കല്യാണിക്ക് സപ്പോർട്ടുമായിട്ട് ഈ സ്പാർട്ട വന്നേക്കുന്നത്. ഈ ധന്യ എന്ന് പറയുന്ന ലേഡിയും ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അടുത്തിടെ ഘർ സോപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രൊമോഷൻ ചെയ്യുന്നത്. ഫേക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നക്കിയിട്ട്, അങ്ങനെ തന്നെ പറയണം, പൈസ വാങ്ങി നക്കിയിട്ട് ഇപ്പൊ തെറ്റിനെ വെളുപ്പിക്കാനും കൂടിയാണ് ഈ ധന്യ ശ്രമിക്കുന്നത്. കല്യാണിയെയും ഗ്ലാമി ഗംഗയൊക്കെ ഈ ധന്യ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ നാളെ തന്നെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. കേട്ടില്ലേ ധന്യയുടെ ഉളുപ്പില്ലാത്ത ന്യായീകരണം? ആദ്യമേ തന്നെ ചോദിക്കട്ടെ ധന്യയെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന് എന്ത് യോഗ്യതയാണുള്ളത്? ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ്, അതും കെമിക്കൽ ഉൾപ്പെടെയുള്ള ക്യാൻസറിന് കാരണമാകാവുന്ന കാഡ്മിയവും ലെഡും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള യോഗ്യത നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണാണോ, അതോ വായ്ത്താളം അടിക്കാനുള്ള നിങ്ങളുടെ കഴിവാണോ? നേരാവണ്ണം ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ യോഗ്യതയില്ലാത്ത, തീറ്റയും കുടിയുമായി നടക്കുന്ന കുറെ മന്ദബുദ്ധികള് പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്ന പേക്കൂത്തുകളാണോ നിങ്ങളുടെയൊക്കെ യോഗ്യത? പിന്നെ ധന്യ പറയുന്നുണ്ടല്ലോ, ആരും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നൊക്കെ. ഉളുപ്പുണ്ടോ പെണ്ണ നിനക്ക് ഈ കച്ചറ വർത്താനം പറയാൻ വേണ്ടിയിട്ട്? നീ ഉൾപ്പെടെയുള്ള ഏത് വ്ളോഗറാണ് പരസ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്ന് പറയുന്നത്? പകരം നിങ്ങളൊക്കെ എന്താ പറയുന്നത്? ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ഉറപ്പായും വാങ്ങ്, നിങ്ങൾക്ക് വർക്കാവുന്നൊക്കെ അല്ലേ? ഈ ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താന്നുള്ളത് നിനക്ക് അറിഞ്ഞൂടെ ധന്യെ? നിങ്ങളെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ചെറ്റത്തരം കാണിക്കുന്നത്. നിനക്ക് നിന്റെ ആ വീഡിയോ ഒന്ന് കാണണോ? സോഫ്റ്റ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര പ്രീമിയം നാച്ചുറൽ ആണ്. ലൈക്ക് ഗോട്ട് മിൽക്ക്, സാൻഡൽവുഡ്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ സാഫ്രോൺ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു സോപ്പിന്റെ ഫ്രേഗ്രൻസ് ഒരു അപ്പൊ കേട്ടല്ലോ, ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞിട്ടാണ് നീ ഈ കച്ചറ സോപ്പൊക്കെ വിറ്റോണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ വ്യൂവേഴ്സും ഒക്കെ ഈ പീക്കിരി പിള്ളേരാണ്, ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ള ആ പിള്ളേര് നിങ്ങളെ ട്രസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണുന്ന ഫെയിമും ഈ കാണുന്ന ആർഭാടമൊക്കെ ഉണ്ടായത്. അപ്പൊ ആ കുട്ടികളുടെ വിശ്വാസം നിങ്ങൾ മുതലെടുത്ത് ചൂഷണം ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ വന്നിരുന്ന ഈ വർത്തമാനം പറയുന്നത്. ഉളുപ്പുണ്ടോ പെണ്ണുമ്പിള്ളേ നിങ്ങൾക്ക് ഈ വർത്തമാനം പറയാൻ വേണ്ടി? നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞെന്നുള്ളത്. ട്രസ്റ്റ് മീ ഗൈസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ സ്കിന്ന് പിന്നെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനോ, ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്നുള്ളത് ഇവിടെയുള്ള നമ്മുടെ കാസർഗോഡുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. എന്തെങ്കിലും ഇഷ്യൂസ്, കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ല എനിക്ക് ഇതുവരെ, ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. അല്ലാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ, വിറ്റാമിന്റെ കുറവ്, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിനെന്താ പറയാ, സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ ഒരു, അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള. അപ്പൊ കേട്ടല്ലോ, ആരാധകര് മന്ദബുദ്ധികൾ കേട്ടല്ലോ. ഇവർക്കൊക്കെ ഇഷ്യൂ ഉണ്ടായാലും എന്തെങ്കിലും സ്കിൻ ഇഷ്യൂ ഉണ്ടായാലും ഇവര് പോയി ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കും അത്രേ. പിന്നെ ഇവര് തന്നെ പറയുന്നുണ്ട് ദൈവം സഹായിച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് കുഴപ്പമൊന്നും വന്നില്ല എന്ന്. അപ്പൊ എങ്ങനെയോ ദൈവസഹായം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നതാണെന്ന് ചേച്ചി അറിയാതെയാണേലും അങ്ങ് സമ്മതിച്ചു. പിന്നെ സണ്ണ് കാരണം ഇവരുടെ ഫേസിൽ പണ്ട് തൊട്ടേ കഴിഞ്ഞിട്ട് വിഴുങ്ങി അങ്ങോട്ട് നിർത്തുകയാണ്. കാരണം സണ്ണ് കാരണം ഫേസിൽ ടാൻ ഉണ്ടാവുന്നതിന് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഗർസോപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് വലിയ വായിൽ വർത്താനം പറഞ്ഞത് വെറുതെ ആയി പോവില്ലേ? പിന്നെ നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മലയാള സിനിമാ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം, കിവിയാണെന്ന് തോന്നുന്നു, ചെയ്യുന്നുണ്ട്. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റൊക്കെ ചെയ്യുന്ന ആളായിരിക്കും, ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ, ചിലപ്പോ ഈ ലാലേട്ടൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ലാലേട്ടൻ രാവിലെ കണ്ണൻ ദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിന്റെ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? ഇനി നെക്സ്റ്റ്, നമ്മളെ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ഇതുവരെയും കളിച്ചത് പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടായിരിക്കും, ആ എനർജിക്ക് വേണ്ടിയിട്ട്.
പിന്നെ ചന്ദ്രികേന്റെ പരസ്യം ചെയ്തിട്ടുള്ള അമല പോള്, കീർത്തി സുരേഷ്, ഇവരൊക്കെ ചന്ദ്രിക സോപ്പിട്ടിട്ടാണ് കുളിക്കുന്നത്. ഇവര് ഡെയിലി. പിന്നെ ഫെയർ ആൻഡ് ലവ്ലിന്റെ പരസ്യത്തിൽ ഉണ്ടായിരുന്ന യാമി, അവരൊക്കെ ഫെയർ ആൻഡ് ലവ്ലി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ആലിയ ഭട്ട് കുറെ പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും അല്ലേ? അതൊന്നും ഇവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാരും അല്ല, ചില ആൾക്കാരാണ് ഞാൻ പറയുന്നത്. ഈ ചില ആൾക്കാരെന്ന് പറയുന്നത് റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണ്. അത് അവിടെ ഇരിക്കട്ടെ. ഈ ധന്യ എന്ന് പറയുന്ന ഹെലൻ ഓഫ് സ്വാട്ടയ്ക്ക് ഇത്തിരിയെങ്കിലും വിവരം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഇത്ര കാലം കരുതിയിരുന്നത്. പറയുന്നത് കേട്ടില്ലേ, ലാലേട്ടൻ കണ്ണൻ ദേവന്റെയും കിവി ഐസ്ക്രീമിന്റെയും പരസ്യം ചെയ്തത് കണ്ടിട്ട് അവരതിൽ കിടന്നുറങ്ങുകയാണോ എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എടോ ധന്യെ, ഈ മോഹൻലാലും ധോണിയും ഒക്കെ അവർക്ക് അനുവദിച്ചിട്ടുള്ള പരസ്യ വീഡിയോകളിലാണ്, അതായത് അതത് പ്രൊഡക്റ്റിന്റെ പരസ്യം ചെയ്യുന്നത്. അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ഇടയിൽ കൂടി കണ്ണൻ ദേവന്റെയോ കിവിന്റെയോ ഒക്കെ പരസ്യമായിട്ട് ഈ മോഹൻലാൽ വരുന്നുണ്ടോ? ഈ ദൃശ്യം 3 എങ്ങാണ്ടും കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലാണെന്നൊരു ഡയലോഗ് മോഹൻലാൽ പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ട് അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ പരസ്യത്തിന്റെ വാചകമായിട്ട് വരാറില്ല. പക്ഷെ നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എന്താ ചെയ്യുന്നത്? ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, ഒരു വീഡിയോ എന്നല്ല, നിങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഇത് തന്നെയാണ്. അതും ഓരോരോ പ്രൊഡക്റ്റുകൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ ഇടയിൽ കൂടി ഓടി വന്നിട്ട് വേഗം ഒരു വീഡിയോ എടുത്തിട്ട് പറയുകയാണോ ബൂസ്റ്റ് കഴിച്ചുകൊണ്ടാണ് ഞാൻ 6 അടിച്ചതെന്ന്? എന്തൊക്കെയാണ് തന്നെ ഈ വിടുവായുത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ അട്ടപ്പാടിയിലെ കാഴ്ചകളൊക്കെ കാണിക്കുന്ന ഒരു ശരണ്യ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. ഞാൻ ആ ചാനൽ കാണുന്നത് അതിൽ ലൈഫ് സ്റ്റൈലും അവരുടെ ആ അട്ടപ്പാടി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്നല്ല, ഒട്ടുമിക്ക പേരും ആ ചാനലിനെ ഇഷ്ടപ്പെട്ടത് അവരുടെ അട്ടപ്പാടിയിലെ ജീവിത രീതി കണ്ടിട്ടാണ്. പക്ഷെ ഈ ഇടയായിട്ട് ഈ ശരണ്യ എന്ന് പറയുന്ന അവരുടെ ചാനലിലും ഒരുപാട് പ്രൊഡക്റ്റിന്റെ പ്രൊമോഷനാണ് കാണിക്കുന്നത്. ഈ മാലയുടെ കൊളത്ത് പൊട്ടിയിട്ട് അവരത് നന്നാക്കാൻ പോകുന്നുവെന്ന വ്യാജേന അവർ ചെന്ന് കയറുന്നത് അവർ പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്തു കൊടുക്കുന്ന ഒരു ജ്വല്ലറിയിലേക്കാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ബബിത ബബിയും നീതു ക്രിയേഷൻസും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ അവരുടെ കോമഡി വീഡിയോസ് കാണാനിരിക്കുന്നു. അവരെന്താ ചെയ്യുന്നത്? അവർക്ക് വേണ്ടവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ പ്രൊമോഷൻ നമ്മൾ കാണുന്ന വീഡിയോന്റെ ഇടയിൽ കൂടി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നു, നമ്മുടെ സമയം കളയുന്നു. നമുക്ക് ഈ കണ്ട ജ്വല്ലറിയുടെ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളുടെ ഒക്കെ പരസ്യം അല്ല വേണ്ടത്. നമ്മൾ ഈ ബബിത ബബിയുടെ ഒക്കെ ചാനൽ കാണുന്നത് അവരുടെ കോമഡി സ്കിറ്റുകൾ കാണാനാണ്. പക്ഷെ അവരത് മുതലെടുക്കുകയാണ്. അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വിശ്വാസം മുതലെടുത്തിട്ട് അവർ പൈസ വാങ്ങിയ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ പ്രൊമോഷൻ നൈസായിട്ട് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മോഹൻലാലും മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ അങ്ങനെയാണോ ചെയ്യുന്നത്? ഈ ധോണി പറയുന്ന പോലെ 2 6 അടിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടി ഓടി വന്ന് മസിലും പൊക്കി കാണിച്ച് പറയുന്നുണ്ടോ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് സച്ചിൻ പറയുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വല്ല ബോധവും വെളിവും ഉണ്ടോ? നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്നുള്ള കാര്യത്തില്? പിന്നെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾ തന്നെ പറയുന്നു ഇറ്റ്സ് എ പ്രൊമോഷൻ, ഇറ്റ്സ് എൻ അഡ്വർടൈസ്മെന്റ്. നോബഡി ഈസ് ഫോഴ്സിങ് യു. നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഏതോ ഒരുത്തം പറയുന്നത് കേട്ടു, ഈ പണത്തിന് മീതെ പരുന്ത് പറക്കില്ല എന്നാണല്ലോ. പരുന്ത് പറക്കും. പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാൽ മതി, പരുന്ത് പറക്കും. ജിങ്ക് ചെക്കിട്ട് ചാങ്, ജിങ്ക് ചെക്കിട്ട് ചാങ്. ഹൈ, മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് എന്തൊരു കോൺഫിഡൻസോടെയാണ് ഈ പെണ്ണുമ്പിള്ള സംസാരിക്കുന്നത്. ധന്യെ, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ഞങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഫേക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവരാണെന്ന്. അതെ, ഞങ്ങൾ തന്നെയാണത് പറയുന്നത്. നിങ്ങളത് പറയുന്നില്ല. പകരം നിങ്ങൾ എന്താ പറയുന്നത്? ഈ ഫേക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നത് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് തേച്ചിട്ട് 7 ദിവസം കൊണ്ട് എന്റെ ടാൻ മാറിയെന്നാണ്. നിങ്ങൾ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ സ്കിന്നിന് സണ്ണുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെയാണ് പോയി കാണുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഘർസോപ്പ് പ്രൊമോട്ട് ചെയ്തപ്പോ ഈ ഘർസോപ്പ് എന്താ പൊട്ടനാ? ഈ ധന്യെ, ഈ ഘർസോപ്പുകാരോട് വാങ്ങി തിന്നത് ഒന്ന് ദഹിക്കെങ്കിലും ചെയ്തിട്ട് പോരായിരുന്നോ ഇങ്ങനെ ഈ മലക്കം അറിയാൻ വേണ്ടിയിട്ട്? അതായത് നാട്ടുകാർക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ, സൺടാൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഘർസോപ്പ് വാങ്ങി ഉരച്ച് അത് മാറ്റിക്കൊള്ളണം. ധന്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ധന്യ എന്ത് ചെയ്യും? ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണും. നല്ല വർത്താനം തന്നെ. ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആ ഘർസോപ്പുകാരോട് വാങ്ങി തിന്നതൊന്ന് ദഹിച്ചിട്ട് ഇങ്ങനെ മലക്കം അറിഞ്ഞാൽ മതിയായിരുന്നു. അതൊന്നും ഇവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാരും അല്ല, ചില ആൾക്കാരാണ് ഞാൻ പറയുന്നത്. അവർക്ക് സംഭവം കണ്ണുകടി. ഇവരെ ഒന്നും ഒരു ബ്രാൻഡും കൊളാബറേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നില്ല. അതാണ് ഇവരെ പ്രശ്നം. കണ്ണുകടി ഉളുപ്പില്ലായ്മ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് കണ്ണുകടിയാണത്രേ. എന്റെ ഹെലൻ ഓഫ് സ്വാട്ട ചേച്ചി, ഞങ്ങൾക്ക് കണ്ണുകടിയെന്ന് എന്നെ വെച്ചോ, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഉത്തരവാദിത്തമില്ലേ? ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരു എത്തിക്സ് ഇല്ലേ? നിങ്ങൾക്കൊരു യൂട്യൂബർ അറിയോ? യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ചാനലിലെ റിൻസിയെ
എത്തിക്സ് എന്താണെന്ന് മിനിമം അവരെ കണ്ടെങ്കിലും നിങ്ങളൊക്കെ പഠിക്കണം. ആ ലേഡി ഇതുവരെ കണ്ണി കണ്ട പ്രൊഡക്റ്റ് എല്ലാം പൈസ വാങ്ങിച്ചിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല അവരുടെ ഏതോ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രൊഡക്റ്റും വാങ്ങി അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമില്ല, അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് അവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലെ അതായത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കൂട്ടക്കാർക്ക് വരുന്നത് പോലെ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഈ യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ചാനലിലെ റിൻസിക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്കൊരു എത്തിക്സ് ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അവരുടെ വ്യൂവേഴ്സിനെ അവരിങ്ങനെ കണ്ടി കണ്ട പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങാൻ പറഞ്ഞ് പറ്റിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് അതാണ്. എന്നിട്ട് അത് ബാക്കി ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ പറയുന്നതാണ് ആഹാ കണ്ണുകടി. എല്ലാവരും അങ്ങനെയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ അവർ കൊളാബറേഷൻ ചിലപ്പോൾ ചോദിച്ചു കാണും. ഈ വേ ബൈ കല്യാണം ചോദിച്ചു കാണും, കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കാണും. അവരില്ല എന്ന് പറയുമ്പം ഇവർ ഓക്കെ പൈസ കൊടുത്തു കാണും. പൈസ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആണെന്നില്ല, യൂട്യൂബിലാണെന്ന് തോന്നുന്നു ആക്റ്റീവ് ആയിട്ടുള്ളത്. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും, യൂട്യൂബ് മണി വരും, റവന്യൂ വരും. അപ്പൊ അവർക്ക് പൈസ കൊടുക്കാനുള്ളത് അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഈ യൂട്യൂബ് റവന്യൂവിന്റെ മുകളിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ ബ്രാൻഡ് പൈസ കൊടുക്കും. അപ്പൊ എന്തായാലും അവരവരുടെ ഫേസ് ആണ് വലുത്. ഇപ്പൊ കല്യാണി പോയിട്ട് അവിടെ പോയി എനിക്ക് കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കിന്റെ അതെടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് കല്യാണിന്റെ ഫേസിനെയാണെന്ന് കല്യാണിക്ക് അറിയാം. ഓക്കെ, അവര് വെറും മന്ദബുദ്ധിയല്ലല്ലോ നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ. കൊളാബറേഷൻ കിട്ടാത്തത് കൊണ്ട് അവരെ കുറ്റം പറഞ്ഞു, അല്ലാണ്ട് അവരുടെ ചികിത്സാ പിഴവോ അല്ലെങ്കിൽ അവർ ബില്ല് തരാത്ത പ്രശ്നങ്ങളോ ഒന്നും അല്ല. കൊളാബറേഷൻ കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾ ക്ലിനിക്കുകാർ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. ആരാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടാവും, കല്യാണിയെ കുറച്ച് പേര് പോയി നെഗറ്റീവ് പറയും. ആരാ പറഞ്ഞു തന്നേ? നൈസ്. ഓക്കെ, നിങ്ങൾ ഇത് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. കല്യാണി എന്താ വെറും മന്ദബുദ്ധിയാന്ന്? അവിടെ പോയി കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ടിരിക്കും അവര്. ആ ക്ലിനിക്കിന്റെ അവര് മിണ്ടാണ്ടിരിക്കും. അതും ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പോകുന്ന ക്ലിനിക്കാണ്. അവർക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയാം. അപ്പൊ പരട്ട ചേച്ചിക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. കല്യാണി മന്ദബുദ്ധിയാണോ എന്ന് നിങ്ങൾ 2 പ്രാവശ്യം ചോദിച്ചു. വെറും മന്ദബുദ്ധിയല്ല, ആന മന്ദബുദ്ധിയാന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫെയിമുള്ള ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് കല്യാണി ഈ ഊളത്തരം കാണിക്കില്ലായിരുന്നു. കൊളാബറേഷൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ആ സ്ഥാപനത്തിനും തെളിവ് തരാനില്ല, കല്യാണിക്കും തെളിവ് തരാനില്ല. പക്ഷെ അവർ കാണിച്ച ഒരു ഓവർ ബുദ്ധിത്തരമുണ്ട്. അതായത് 2 ദിവസം മുന്നേ പോയിട്ട് ഈ സ്ഥാപനത്തിൽ ചെന്ന് മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് യഥാർത്ഥ സംഭവം അവരുടെ കയ്യിലുള്ള ആ മെറ്റാ ഗ്ലാസ്സിൽ ആ വീഡിയോയിൽ ഉള്ളപ്പോ അതവിടെ മറച്ചു വെച്ചിട്ട് അവര് പിന്നെ പുണ്യാളം ചമഞ്ഞ് പിറ്റേ ദിവസം ചെന്നിട്ട് അവിടെ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ ആണ് അവർ പുറത്തു വിട്ടേക്കുന്നത്. അപ്പൊ ഈ സ്ഥാപനം, ഈ ദർഫോർ അയാം എന്ന് പറഞ്ഞ സ്ഥാപനം, ഇവർക്കെതിരെ ഈ ഫേക്ക് അലിഗേഷൻ വരുമ്പോ അവര് നോക്കിയിരിക്കുവോ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കല്യാണി കാണിച്ച മന്ദബുദ്ധി തരമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. കല്യാണി ഒരു അതിബുദ്ധിതരം കാണിച്ചു. ഈ മന്ദബുദ്ധികള് അതിബുദ്ധിതരം കാണിച്ചു കഴിഞ്ഞാൽ അത് എവിടം വരെ എത്തും എന്നുള്ളത് അറിയാലോ. അവരുടെ വിചാരം ബാക്കി ആർക്കും ഒന്നും മനസ്സിലാവില്ല, ബാക്കി ആരെ എല്ലാവരെയും പൊട്ടന്മാരാക്കാം, ഞങ്ങൾക്ക് മാത്രമാണ് ഭയങ്കര ബുദ്ധി എന്നാണ് ഈ സ്വതവേ മന്ദബുദ്ധികൾ വിചാരിക്കുക. അതേ പണി തന്നെയാണ് കല്യാണി ഇവിടെ ഒപ്പിച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ ഹെലൻ ഓഫ് സ്പാർട്ട ഈ പറഞ്ഞതെന്ന് മനസ്സിലായി, കാര്യം എന്താണെന്ന് അറിയാണ്ട് വെറുതെ ഇവിടുന്നും കിട്ടിയ ഹിന്റുകൾ. അതായത് ഹെലൻ ഓഫ് സ്പാർട്ട തന്നെ പറയുന്നുണ്ട്, പിന്നെ അവർ യൂട്യൂബർ ആണോ എന്ന് ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് ഉറപ്പില്ല, ഇൻസ്റ്റാഗ്രാമിലാണോ വീഡിയോ ഇടുന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ എന്തോ കാര്യങ്ങളൊക്കെ വെച്ച് പാട്ട ചേച്ചി അങ്ങ് അടിച്ചു വിടുകയാണെന്നുള്ളത് ഇപ്പൊ ഏതായാലും മനസ്സിലായി. നിങ്ങൾ ക്ലിനിക്കുകാർ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. ആരാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടാവും, കല്യാണിയെ കുറച്ച് പേര് പോയി നെഗറ്റീവ് പറയും. ആരാ പറഞ്ഞു തന്നേ? നൈസ്. ഓക്കെ, നിങ്ങൾ ഇത് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. കല്യാണി എന്താ വെറും മന്ദബുദ്ധിയാന്ന്? അവിടെ പോയി കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ടിരിക്കും അവര്. ആ ക്ലിനിക്കിന്റെ അവര് മിണ്ടാണ്ടിരിക്കും. അതും ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പോകുന്ന ക്ലിനിക്കാണ്. അവർക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയാം. ഇതിപ്പോ കല്യാണി ഉണ്ടാക്കിയതിനെക്കാട്ടും വലിയ സ്ക്രിപ്റ്റ് ആണല്ലോ ഹെലൻ ഓഫ് പാട്ട ചേച്ചി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ അംഗീകാരം കിട്ടിയിട്ട് വേണോ പാട്ട ചേച്ചി ദർഫോർ അയാം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്? ആരെങ്കിലും പട്ടിതീട്ടം പ്രൊമോട്ട് ചെയ്യാൻ പൈസ തന്നാൽ പോലും അതും വാങ്ങി നക്കിയിട്ട് വെളുക്കുമെന്ന് പറഞ്ഞ് പ്രമോഷൻ ചെയ്തു കൊടുക്കുന്ന നിങ്ങൾ എവിടെ കിടക്കുന്നു? അമേരിക്കയിൽ പോയി അവർ ചെയ്യുന്ന തൊഴിൽ എന്താണോ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ നേടി സർട്ടിഫിക്കറ്റ് നേടിയിട്ട് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് എന്തായാലും ദൃശ്യം 3യുടെ തിരക്കഥ ജീത്തു ജോസഫിന്റെ കയ്യിൽ നിന്ന് അല്പം പാളിയിട്ടുണ്ട്. ഈ കല്യാണി ചേച്ചിയും ഹെലൻ ഓഫ് സ്പാർട്ടയും കൂടി ചേർന്നിട്ട് ഒരു അടാറ് തിരക്കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജിത്തു ജോസഫ് അത് എടുക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം കാര്യങ്ങൾ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടാക്കുള്ള കഴിവ് സമ്മതിച്ചു തരാതെ വയ്യ. നമ്മൾ കൊടുക്കാത്തോണ്ട് കല്യാണി പിണങ്ങിപ്പോയി അവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കല്യാണിക്ക് ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു ഗുണമില്ലാണ്ടായി പോവില്ലേ?
ഒരു വിലയില്ലാണ്ടായി പോവില്ലേ? അത് ചേച്ചി പറഞ്ഞത് സത്യം. ഇങ്ങനെ കള്ളപ്രചാരണങ്ങളൊക്കെ നടത്തി യൂട്യൂബിലൂടെ പറ്റിച്ചും വഞ്ചിച്ചൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസക്ക് തീട്ടത്തിന്റെ വില പോലും ഉണ്ടാവില്ല എന്നേ ഞാൻ പറയുള്ളൂ. ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ പ്രൊമോഷൻസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് പറയുന്ന ആൾക്കാരാണ് കേട്ടെ, നിങ്ങൾ കിട്ടാത്ത മുന്തിരി പൊളിക്കും. അങ്ങനെ തന്നെയാണ്, കിട്ടാത്ത മുന്തിരി പൊളിക്കും. കിട്ടാത്ത മുന്തിരി പൊളിക്കും, കിട്ടാത്ത മുന്തിരി പൊളിക്കും. അല്ല പാട്ട ചേച്ചിയോട് ആരോ പറഞ്ഞില്ലായിരുന്നോ പണത്തിന് മേലെ പരുന്ത് പറക്കില്ല എന്ന്? അപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? പരുന്ത് പറക്കുന്നതിന്റെ അടിയിൽ പൈസ കൊണ്ടുവച്ചാൽ മതിയെന്ന്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇനിയിപ്പോ കിട്ടിയ മുന്തിരിക്ക് ഇത്തിരി പുളി അധികം കൂടുതലാണെങ്കിൽ ഞങ്ങൾ കുറച്ച് അധികം പഞ്ചസാര ഇട്ടിട്ട് അതിന്റെ പുളി അങ്ങ് കുറച്ചോളാം. ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്നും പണം വരുന്നു, പ്രൊഡക്റ്റിന്റെ പണവും വരുന്നു. അസൂയക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളോടൊന്നും പറയാൻ. അസൂയക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ചേച്ചിക്ക് അറിയാം. അതുപോലെ തന്നെയാണ് ഈ ഉളുപ്പില്ലായ്മയ്ക്കും പിന്നെ ഈ ആൾക്കാരെ പറ്റിച്ച് തിന്നുന്ന നിങ്ങളുടെയൊക്കെ ഒരു അസുഖം ഉണ്ടല്ലോ, ആ അസുഖത്തിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ പാട്ട ചേച്ചിയുടെ പരട്ട അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് എല്ലാവരും കേട്ടില്ലേ? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.